ദിവസങ്ങളും ആഴ്ചകളും വീണ്ടും കടന്നുപോയി. ഒടുവിൽ നിദ്രയേറെ കാത്തിരുന്ന ആ ദിവസം എത്തി. ഇന്ന് അവളുടെ അവസാന പരീക്ഷയായിരുന്നു. അവസാന ഉത്തരക്കടലാസും കൈമാറിയപ്പോൾ ഇത്രയും നാളായി മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന പഠനഭാരമൊക്കെ ഒരൊറ്റ നിമിഷത്തിൽ ഒഴിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. അതേസമയം നിഖിലിൻ്റെയും ജനനിയുടെയും വിവാഹത്തിന് ഇനി കഷ്ടിച്ച് 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. പരീക്ഷയുടെ തിരക്കിനിടയിൽ വിവാഹത്തിനുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒന്നും തിരഞ്ഞെടുക്കാൻ ആർക്കും സമയം കിട്ടിയിരുന്നില്ല. നാളെ മുതൽ ഓരോന്നായി തുടങ്ങണം, അതായിരുന്നു എല്ലാവരുടെയും തീരുമാനം. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ നിദ്രയും അഭിയും കോളേജിൻ്റെ നീണ്ട വരാന്തയിലൂടെ പതിയെ നടന്നു. പരീക്ഷയെക്കുറിച്ചും ഇനി കിട്ടാനിരിക്കുന്ന അവധിയെക്കുറിച്ചും വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു. ഏറെ നാളുകൾക്ക് ശേഷം ഇരുവരുടെയും മുഖത്ത് യാതൊരു ടെൻഷനുമില്ലാത്ത ഒരു ശാന്തത തെളിഞ്ഞു നിന്നു. അതിനിടയിലാണ് ഷോണിൻ്റെ കോൾ അവളെ തേടിയെത്തുന്നത്. കോളേജിന് പുറത്തുള്ള ഗേറ്റിന് സമീപം ഷോൺ കാത്തു നിൽക്കുന്നുണ്ടെന്നറിഞ്ഞതും നിദ്രയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അബിയോട് പെട്ടെന്ന് യാത്ര പറഞ്ഞിട്ട് അവൾ തിടുക്കത്തിൽ അവനരികിലേക്ക് ഓടി. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അവൻ വരുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പരീക്ഷ തുടങ്ങിയത് മുതൽ അവനോട് മനസ്സറിഞ്ഞ് സംസാരിക്കാനോ ഒരുമിച്ച് കുറച്ച് സമയം ചെലവഴിക്കാനു പോലും അവസരം കിട്ടിയിരുന്നില്ല. ആകാംക്ഷയോടെ അവൾ കോളേജിൻ്റെ പടികളിറങ്ങി. ഗേറ്റിന് പുറത്തായി കറുത്ത ഷർട്ടും ചാരനിറമുള്ള ഷർട്ടും ധരിച്ച് തൻ്റെ റോയൽ എൻഫീൽഡ് ബൈക്കിന് ചാരി നിന്ന് ഷോൺ അവളെ കാത്തു നിൽക്കുകയായിരുന്നു. ദൂരെ നിന്ന് തന്നെ അവളെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ മൃദുവായൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ നിമിഷം അവനെ കണ്ട നിദ്രയുടെ കണ്ണുകളും സന്തോഷത്താൽ തിളങ്ങി. ഇച്ചായ, അവൾ കിതച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വന്നു നിന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി ഇല്ലേ? അവൾ ചോദിച്ചു. ഇല്ല, അവൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ഇന്ന് മുഴുവൻ നിന്നെയും കൊണ്ട് കറങ്ങിയടിക്കാൻ തീരുമാനിച്ചു. നിദ്ര അതിശയത്തോടെ അവനെ നോക്കി. കുറച്ച് നാളത്തെ കടങ്ങളൊക്കെ കിട്ടാനും കൊടുക്കാനൊക്കെയും ബാക്കിയുണ്ടല്ലോ. തൻ്റെ ചൂണ്ടുവിരലാൽ അതരങ്ങൾ പതിയെ തടവിക്കൊണ്ട് അവൻ കുസൃതിയോടെ പറഞ്ഞു. എന്ത് കടം? അവൾ കണ്ണുപൊക്കി ചോദിച്ചു. ഷോൺ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് ചാഞ്ഞു. പരീക്ഷയുടെ പേരിൽ ഇത്രയും ദിവസം എനിക്ക് കിട്ടാതെ പോയ ചിലതൊക്കെയുണ്ട്. അതൊക്കെ പലിശ സഹിതം ഇന്ന് ഞാൻ വാങ്ങിച്ചിരിക്കും. പിന്നെ ഇന്നത്തെ രാത്രി പുലരുവോളം എനിക്ക് നിന്നെ. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി നിമിഷ നേരം കൊണ്ട് നിർത്തി. നിദ്രയുടെ കവിളുകൾ നാണത്തിൽ ചുവന്നു. ബാക്കി ഞാൻ പറയുന്നില്ല, വീട്ടിലെത്തിയിട്ട് നീ അനുഭവിച്ചറിഞ്ഞാൽ മതി. അത് പറഞ്ഞ് ഷോൺ ബൈക്കിൻ്റെ പിന്നിലെ സീറ്റിലേക്ക് വിരൽ ചൂണ്ടി. വാ, ഇന്നത്തെ ദിവസം മുഴുവനും എൻ്റേതാ. ആ വാക്കുകൾ കേട്ടപ്പോൾ നിദ്രയുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി ഒന്നുകൂടെ ആഴമായി. ആ നേരത്താണ് അബി അടക്കം നിദ്രയുടെ 4-5 കൂട്ടുകാരികൾ അങ്ങോട്ട് വന്നത്. നിദ്രയും ഷോണിനെയും ഒരുമിച്ച് കണ്ടതും അവർ പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. അബിയടക്കം എല്ലാവരും ഷോണിനൊരു പുഞ്ചിരി സമ്മാനിച്ചു. അവനും പതിവ് പോലെ മാന്യമായൊരു പുഞ്ചിരി തിരിച്ചു നൽകി. ഹായ് ഡോക്ടർ. ഡോക്ടറെ പറ്റി നിദ്ര ഒരുപാട് പറയാറുണ്ട്. കൂട്ടത്തിൽ ഒരുവൾ പറഞ്ഞുകൊണ്ട് ഷോണിന് നേരെ കൈ നീട്ടി. ഷോൺ മര്യാദയോടെ ഷെയ്ക്ക് ഹാൻഡ് നൽകി. പിന്നാലെ അബി ഒഴികെ മറ്റുള്ളവരും ഓരോരുത്തരായി അവന് കൈ കൊടുത്തു. ആ കാഴ്ച കണ്ട നിമിഷം നിദ്രയുടെ നോട്ടം അറിയാതെ അവരുടെ കൈകളിലേക്ക് നീണ്ടു. നെഞ്ചിനുള്ളിൽ ഒരു ചെറിയ അസ്വസ്ഥത തലപൊക്കി. അത് അസൂയാണെന്ന് അവൾക്ക് തന്നെ സമ്മതിക്കാൻ മടിയായിരുന്നുവെങ്കിലും മറ്റാരെങ്കിലും ഷോണിനെ ഇങ്ങനെ സ്പർശിക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടമായില്ല. അവളുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മങ്ങി. ചുണ്ടുകൾ അറിയാതെ ഒന്ന് വീർത്തു. കണ്ണുകളിൽ ഒരു കുഞ്ഞു പരിഭവം തെളിഞ്ഞു. ഷോൺ അത് ശ്രദ്ധിച്ചെങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തിൽ എല്ലാവരോടും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അബി നിദ്രയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയത്. അവളുടെ ഭാവം മാറ്റം കണ്ടതും അബിക്ക് കാര്യം ഏകദേശം മനസ്സിലായി. ചിരിയടക്കാൻ അവൾ നന്നേ പാടുപെട്ടു. നിദ്ര തൻ്റെ കൂട്ടുകാരികളോട് കുറച്ചു നേരം സംസാരിച്ച ശേഷം, എടാ ശരിടാ, എന്നാലും ഞങ്ങൾ ഇറങ്ങട്ടെ. ഇച്ചായനെ തിരക്കുണ്ട് അല്ലേ ഇച്ചായ? അവിടെ നിന്ന് പോവാൻ തയ്യാറായിക്കൊണ്ട് നിദ്ര തിടുക്കം കൂട്ടി. ഷോൺ ഒരു നിമിഷം അവളെ ഒന്ന് നോക്കി, പിന്നെ പതിയെ തലയനക്കി. എന്നാ ശരി ഡോക്ടർ. ആദ്യം ഒരാൾ ഷോണിന് നേരെ കൈ നീട്ടിയതും ഒരു നിമിഷം പോലും വൈകാതെ നിദ്ര മുന്നിലേക്ക് കയറി. ബായ് എന്ന് കൃത്രിമ പുഞ്ചിരിയോട് പറഞ്ഞുകൊണ്ട് ഷോണിന് നേരെ നീണ്ടിരുന്ന ആ കൈ നിദ്ര തൻ്റെ കൈക്കുള്ളിലാക്കി. ഓൾ ദി ബെസ്റ്റ്, വീണ്ടും കാണാം എന്നും പറഞ്ഞവൾ ആ കൂട്ടുകാരിക്ക് ഷേക്ക് ഹാൻഡ് നൽകി. പിന്നെ 2ാമത്തെ ആളും 3ാമത്തെ ആളും 4ാമത്തെ ആളും ഷോണിന് കൈ കൊടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ
ഷോണിന് മുൻപ് നിദ്ര അവരുടെ കൈകളിൽ കയറി പിടിച്ച് ഓരോരുത്തർക്കും അവളാണ് ഷേക്ക് ഹാൻഡ് നൽകിയത്. നിദ്രയുടെ പ്രവൃത്തിയിൽ ഒരു നിമിഷം എല്ലാവരും അമ്പരന്നു. അഭി ചിരി കടിച്ചു പിടിച്ചു നിന്നു. ബാക്കിയുള്ളവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. ഷോണ് മാത്രം ആ കാഴ്ച മുഴുവൻ കണ്ടു നിന്നു. ചുണ്ടിൻ്റെ കോണിൽ അറിയാതെ ഒരു ചെറുപുഞ്ചിരിയും വിരിഞ്ഞു. ഇവൾക്ക് ശരിക്കും അസൂയ വന്നല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനൊന്നും പറയാതെ നിദ്രയെ നോക്കി. നിദ്രയോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന ഭാവത്തിൽ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഷോണിൻ്റെ കയ്യിലേക്ക് മറ്റൊരാളുടെയും കൈ എത്താതിരുന്നതിൽ മനസ്സിലൊരു കുഞ്ഞു സംതൃപ്തിയും ഉണ്ടായിരുന്നു. ഷോൺ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും നിദ്ര അവരെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ പിറകിൽ കയറിയിരുന്ന് അവൻ്റെ വയറിലൂടെ പതിവിലും മുറുകെ കെട്ടിപ്പിടിച്ചിരുന്നു. ഷെടാ, ഇതെന്താടാ പതിവില്ലാത്തൊരു മുറുക്കം? വണ്ടി മുന്നോട്ടെടുക്കുന്നതിനിടയിൽ ഷോൺ പറയുന്നത് കേട്ടതും നിദ്ര അവനെ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു. ഞെക്കി കൊല്ലോടി നീ എന്നെ, എന്തൊരു കുശുമ്പാ നിനക്ക്. അവരെന്ത് കരുതി കാണും? ഷോൺ കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. കരുതിക്കോട്ടേനെ, എനിക്കെന്താ, ഞാനൊരുത്തനെ കഷ്ടപ്പെട്ട് വളച്ചു കെട്ടിയതാ. അങ്ങനെ ഇപ്പം അവളുമാര് എൻ്റെ കെട്ടുവൻ്റെ കയ്യിൽ പിടിക്കണ്ട. അന്ന് ഞാൻ നിങ്ങളുടെ പിറകെ നടന്നപ്പോഴേ അഭി ഒഴികെ ബാക്കി 4 എണ്ണം എന്നെ എന്തോരം കളിയാക്കിയതാന്നോ. ഞാൻ കാരണം അശോകേട്ടൻ്റെ കടയിൽ ചെരുപ്പ് കച്ചവടം നല്ലോണം നടക്കുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടും ഞാനന്ന് പ്രതികരിച്ചില്ല. കാരണം ഈ മുരടൻ അന്ന് ഒടുക്കത്തെ ജാടയായിരുന്നല്ലോ. അങ്ങനെ ആരുടെയൊക്കെയോ കൃപ കൊണ്ട് ഒടുവിൽ നമ്മുടെ മാരേജ് തെറ്റായപ്പോഴേ അഭിയെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ തന്നെ എനിക്ക് ബ്രൈഡ് ടു ബി സർപ്രൈസ് പാർട്ടി ഒരുക്കാൻ പറഞ്ഞു. എന്തിന്? അവൾമാരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇല്ലാത്ത എക്സ്പ്രഷൻ വാരി വിതറി ഞാനന്ന് പാർട്ടി അറ്റൻഡ് ചെയ്തു. പിന്നെയും അഭിയെ കുത്തിപ്പോക്കി. എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ പിന്നെയും എക്സ്പ്രഷൻ ഇട്ട് പണ്ടാരടങ്ങി. തലേ ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡിൽ എൻ്റെ കൂടെ ഉറങ്ങിയ എൻ്റെ ഭാവി കെട്ടിയവൻ എന്നോട് റൊമാൻറ്റിക്കായി എന്തേലും പറയും എന്നൊരു ചെറിയ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് എന്താ പറഞ്ഞ? ഇഡിയറ്റ്, വെച്ചിട്ട് പൂടി പുല്ലേന്ന്. ഞാൻ പിന്നെയും അവരുടെ മുന്നിൽ നാണം കെട്ടു. ദുഷ്ടൻ. ഇന്നിപ്പോൾ ആ ഇഡിയറ്റ് തന്നെ വേണ്ടടോ. തൻ്റെ രാത്രിയിലെ ഓരോരോ. ആ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞതും ഷോണിൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി പുഞ്ചിരി വിരിഞ്ഞു. എന്താ നിർത്തിയേ? രാത്രിയിലെ എൻ്റെ ഓരോരോ എന്താ അത്? അവൻ മനഃപൂർവ്വം ചോദിച്ചു. നിദ്രയുടെ കവിളുകൾ നാണത്താൽ ചുവന്നു പോയി. ഒന്നുമില്ല. പറഞ്ഞിട്ട് പകുതിയിൽ നിർത്തരുത്, മുഴുവൻ പറ, കേൾക്കട്ടെ. ഞാൻ പറയില്ല. പറയുന്നേ. അങ്ങനെ ഇപ്പം ഇയാൾ കേട്ട് സുഖിക്കണ്ട. അതും പറഞ്ഞവൾ വീണ്ടും അവൻ്റെ തോളിൽ മുഖം ചേർത്ത് ഒളിപ്പിച്ചു. എന്നാ പിന്നെ രാത്രി വീട്ടിലെത്തി ചോദിക്കേണ്ട പോലെ ചോദിക്കാം. ഇനിയിപ്പോൾ പറയാൻ പറ്റിയില്ല വേണ്ട, കാണിച്ചു തന്നാലും മതി. അത് കേട്ടത് നിദ്ര അവൻ്റെ മുതുകിൽ മെല്ലൊരു കുത്തു കൊടുത്തു. ചുമ്മാ ഇരിക്കൂ ഡോക്ടറെ, റോഡിൽ നോക്കി വണ്ടി ഓടിക്കുക. എനിക്ക് ഇനിയും ജീവിക്കണം. അതെ, എൻ്റെ കെട്ടിയോനെ 1/2 ഡസനോളം കൊച്ചുങ്ങളെ പ്രസവിച്ചു കൊടുക്കാനുള്ളതാ. അത് കേട്ട് ഷോൺ പൊട്ടിച്ചിരിച്ചു. അവളും ചിരിച്ചുകൊണ്ട് വീണ്ടും അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. ഇരുവരുടെയും ചിരി ആ യാത്രയെ കൂടുതൽ മനോഹരമാക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബൈക്ക് നഗരത്തിലെ ഒരു വലിയ ബേബി ഷോപ്പിൻ്റെ മുന്നിൽ നിന്നു. ഇറങ്ങിക്കോ. ചുറ്റും നോക്കിയ നിദ്ര അതിശയത്തോടെ ബോർഡിലേക്ക് നോക്കി. ബേബി ഷോപ്പ്? അതെ. ഇവിടെ എന്തിനാ വന്നേ? അവൾ ചോദിച്ചു. ഷോൺ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ അജുവിൻ്റെ വൈഫ് പ്രസവിച്ചെന്ന്. നിനക്ക് കുഞ്ഞിനെ കാണണ്ടേ? ഞാൻ നേരത്തെ കണ്ടതാ. ആഹാ, അതാണല്ലേ കാര്യം. അല്ലാതെ നീ എന്താ വിചാരിച്ചേ? ഒന്നുമില്ല. അവൾ ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഷോൺ അവളുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. വാ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ല ഇപ്പോൾ, അതിനിനിയും സമയം കിടക്കുമല്ലേ. അവളുടെ മൂക്ക് പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട നിദ്രയുടെ മുഖത്ത് അറിയാതൊരു മൃദുപുഞ്ചിരി വിരിഞ്ഞു. അവൾ അവൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവനൊപ്പം ബേബി ഷോപ്പിനുള്ളിലേക്ക് നടന്നു. കുഞ്ഞിനുള്ള ഡ്രസ്സുകളും കുഞ്ഞു ഷൂസുകളും ഡയപ്പറുകളും കളിപ്പാട്ടങ്ങളൊക്കെ ഓരോന്നായി തിരഞ്ഞെടുത്ത് വാങ്ങുന്നതിനിടയിലാണ് ഒരു ഷെൽഫിൽ നിരത്തി വെച്ചിരുന്ന കുഞ്ഞു പെൺകുട്ടികളുടെ ചെറിയ പിങ്ക് ഷൂസ് നിദ്രയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പൂവിതള് പോലെ മൃദുവായ തുണിയിൽ മുൻവശത്ത് ഒരു കുഞ്ഞൻ ബോ കെട്ടിയ ആ ഷൂസ് അവൾ മെല്ലെ കയ്യിലെടുത്തു. ഒരു നിമിഷം അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. എന്താ നോക്കുന്നേ?
ഷോണിൻ്റെ ശബ്ദം കേട്ടത് അവൾ ഒന്ന് ഞെട്ടി. ഇത് എന്ത് ഭംഗിയല്ലേ? അവൾ ഷൂസ് അവന് നേരെ നീട്ടി കാണിച്ചു. ഷോൺ അത് വാങ്ങി ഒന്ന് നോക്കി. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എന്തോ ഇത് വാങ്ങിക്കണമെന്ന് തോന്നുന്നു, അവൾ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ഷോൺ അവളെ നോക്കി പുരികമുയർത്തി. ആർക്ക് വേണ്ടി? നിദ്ര ഒന്ന് മടിച്ചു. അറിയില്ല, വെറുതെ ഇഷ്ടായി. അവളുടെ കണ്ണുകൾ ആ കുഞ്ഞൻ ഷൂസുകളിൽ തന്നെയായിരുന്നു. ഷോൺ അവളുടെ മുഖം ശ്രദ്ധിച്ചു. ആ നോട്ടത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലുള്ള നിഷ്കളങ്കമായ ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. നിത്തു, എടാ, ഇപ്പം ഇത് വേണ്ട. കുഞ്ഞുണ്ടാവുന്നതിന് മുൻപ് കുഞ്ഞിനൊന്നും വാങ്ങി വെക്കരുത് എന്നാണ് പഴമക്കാർ പറയുന്നത്, ഷോൺ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ മെറ്റേണിറ്റി ബാഗ് സെറ്റ് ചെയ്യുന്നതോ? അത് കുഞ്ഞുണ്ടാവുന്നതിന് മുൻപ് ചെയ്യുന്നല്ലേ? അതിൽ നിറയെ കുഞ്ഞിനുള്ള സാധനങ്ങളാ. നിദ്ര പരിഭവിച്ചു. ആ പരിഭവം കേട്ടതും ഷോണിന് ചിരി വന്നു. അത് വേറെയല്ല പെണ്ണെ. എന്ത് വേറെ? അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. എടാ, മെറ്റേണിറ്റി ബാഗ് റെഡിയാക്കുന്നതേ കുഞ്ഞ് വരാൻ പോകുന്ന സമയത്താ. അതൊരു തയ്യാറെടുപ്പാണ്. പക്ഷേ ഇങ്ങനെ കുഞ്ഞ് ജനിക്കുന്നതിന് ഒരുപാട് മുൻപേ ഷൂസും ഡ്രസ്സും വാങ്ങി സൂക്ഷിക്കരുതെന്നേ പലരും പറയാറുണ്ട്. ഇതിലൊന്ന് ചുണ്ട് വീർപ്പിച്ചു. അപ്പോൾ ഞാൻ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടും വാങ്ങാൻ പാടില്ലേ? പാടില്ല എന്നല്ല. അവൻ അവളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞൻ പിങ്ക് ഷൂസ് വാങ്ങി വീണ്ടും ഷെൽഫിലേക്ക് തന്നെ വെച്ചു. നിനക്കത് വാങ്ങിത്തരാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ കുഞ്ഞിന് ആദ്യമായി വാങ്ങുന്ന ഷൂസ് അവൾ അമ്മയുടെ വയറ്റിൽ സുരക്ഷിതമായി വളരുന്ന സമയത്ത് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ വാങ്ങണം. ആ ഒരു ഓർമ്മയ്ക്ക് വേറെ തന്നെ ഒരു ഭംഗിയുണ്ടാവും. അവൻ്റെ വാക്കുകൾ കേട്ടതും നിദ്രയുടെ മുഖത്തെ പരിഭവം പതി അലിഞ്ഞില്ലാതായി. അവൾ അപ്പോൾ പെൺകുഞ്ഞ് തന്നെയല്ലേ? മറുപടി പറയാതെ ഷോൺ ചിരിച്ചുകൊണ്ട് അവളുടെ മൂക്കിലൊന്ന് തട്ടി. ബില്ലടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി. ബൈക്കിൽ സാധനങ്ങൾ സുരക്ഷിതമായി വെച്ച ശേഷം അവർ ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി. അല്പസമയത്തിനകം അവർ ഹോസ്പിറ്റലിന് മുന്നിലെത്തി. ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ ഷോൺ വാങ്ങിയ കവറുകൾ എടുത്ത് ഹോസ്പിറ്റൽ മുറി ലക്ഷ്യം വെച്ച് നടന്നു. കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ നിദ്രയുടെ കൈ അറിയാതെ വിറച്ചു പോയിരുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല, അവളുടെ അരയിലേക്ക് ചേർന്ന് നിന്ന ഷോൺ മെല്ലെ പറഞ്ഞു. ഇങ്ങനെ തല നന്നായി സപ്പോർട്ട് ചെയ്താൽ മതി. അവൻ അവളുടെ കൈകൾ ശരിയായ രീതിയിൽ പിടിപ്പിച്ചു കൊടുത്തു. അത്രയും ചെറിയൊരു ജീവൻ. കവിളുകൾ റോസാപ്പൂവിൻ്റെ ഇതളുകൾ പോലെ മൃദുവായിരുന്നു. കുഞ്ഞൻ വിരലുകൾ ചുരുട്ടിപ്പിടിച്ച് ഇടയ്ക്കിടെ ചുണ്ടനക്കി ഉറക്കത്തിൽ തന്നെ എന്തൊക്കെയോ പറയുന്നത് പോലെ. എൻ്റെ ദൈവമേ! നിദ്രയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഇത്രയും കുഞ്ഞായിരിക്കുമോ? അവൾ വിസ്മയത്തോടെ മുറുമുറുത്തു. ഷോൺ അവളെ തന്നെ നോക്കി നിന്നു. കുഞ്ഞിനെ നോക്കുന്നതിനേക്കാൾ അവൻ്റെ ശ്രദ്ധ നിദ്രയുടെ മുഖത്തായിരുന്നു. ആ കണ്ണുകളിൽ നിറഞ്ഞ മാതൃസ്നേഹം, ആ പുഞ്ചിരി, ആ വാത്സല്യം, അത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞറിയിക്കാനാകാത്തൊരു സന്തോഷം നിറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞ് മെല്ലെ കണ്ണു തുറന്ന് നിദ്രയുടെ മുഖത്തേക്ക് നോക്കിയത്. ഒരു നിമിഷം കഴിഞ്ഞ് കുഞ്ഞൻ വിരലുകൾ നീട്ടി അവളുടെ ചുരിദാറിൻ്റെ ഷോൾ മുറുക്കി പിടിച്ചു. ഇച്ചായ ദേ! നിദ്ര ആവേശത്തോടെ അവനെ നോക്കി. നോക്കിയേ, എന്നെ പിടിച്ചു. ഷോൺ ചിരിച്ചു. വിടാൻ തോന്നുന്നില്ലല്ലോ അവന്. നിദ്രയും ചിരിച്ചു. എനിക്കും. അവൾ കുഞ്ഞിക്കൈയിൽ മെല്ലെ ഒരു ഉമ്മ നൽകി. ആ കാഴ്ച കണ്ടു നിന്ന അജുവിൻ്റെ ഭാര്യയും ഒന്ന് പുഞ്ചിരിച്ചു. അല്പസമയം കൂടി കുഞ്ഞിനോടൊപ്പം ചിലവഴിച്ച ശേഷം അവൾ മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞിനെ അമ്മയുടെ കൈകളിലേക്ക് തിരികെ നൽകി. കുഞ്ഞിൻ്റെ കുഞ്ഞൻ കൈകൾ അവളുടെ വിരലിൽ നിന്ന് വേർപെട്ടപ്പോൾ എന്തോ നഷ്ടമായതുപോലെ ഒരു തോന്നൽ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഷോൺ അവളുടെ മുഖത്തേക്ക് നോക്കി. അതിന് പിന്നിലെ കാരണം മനസ്സിലായവൻ ഒന്നും പറയാതെ അവളുടെ കൈ മുറുകെ പിടിച്ചു മുന്നോട്ട് നടന്നു. അവിടെ നിന്ന് അവർ നേരെ പോയത് ഒരു ജ്വല്ലറി ഷോപ്പിലേക്കായിരുന്നു. ഷോണിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയാതെ നിദ്ര ചുറ്റും കണ്ണോടിച്ചു. ഇവിടെ എന്തിനാ വന്നേ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഷോൺ ഒരു കുസൃതി ചിരിയോടെ അവളെ തന്നെ നോക്കി. 2 മിനിറ്റ് കഴിഞ്ഞാൽ മനസ്സിലാവും. അവൻ്റെ മറുപടി കേട്ട് അവൾക്കൊന്നും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് ഒരു കസേരയിൽ നിദ്രയെ ഇരുത്തി. അവളുടെ തൊട്ടരികെ തന്നെ ഷോൺ ഇരുന്നു. അപ്പോഴാണ് ഒരു ജ്വല്ലറി ജീവനക്കാരി മൂക്ക് തുളയ്ക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റും ചെറിയ സ്റ്റഡും എടുത്ത് അവരുടെ അരികിലേക്ക് വന്നത്. അത് കണ്ട നിദ്രയുടെ നെറ്റി ചുളിഞ്ഞു. ഇതെന്താ? ജീവനക്കാരി പുഞ്ചിരിയോടെ അവളുടെ മുഖത്തിന് നേരെ കുനിഞ്ഞു മൂക്കിൽ ചെറിയൊരു അടയാളം വെക്കാൻ തുടങ്ങിയതും
കാര്യം മനസ്സിലായ നിത ഞെട്ടി കണ്ണുകൾ വലുതാക്കി. അയ്യോ, മൂക്ക് കുത്താനോ? അവൾ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇല്ല ഇല്ല, എനിക്ക് പേടിയാ, എനിക്ക് വേണ്ട. പക്ഷെ ഷോൺ അവളുടെ കൈ മെല്ലെ പിടിച്ച് വീണ്ടും ഇരുത്തി. ഡി, ഒറ്റ സെക്കൻഡ് കൊണ്ട് കഴിയൂന്നേ. വേണ്ട ഇച്ചായ, എനിക്ക് സൂചി കണ്ടാലേ പേടിയാ. അവൾ മുഖം ചുളിച്ച് അവൻ്റെ കയ്യിൽ 2 കൈകൊണ്ടും മുറുക്കെ പിടിച്ചു. ഇച്ചായ പ്ലീസ്, നമുക്ക് പോവാം. ഷോൺ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. നിത്തൂസ്, എൻ്റെ ഈ ഒരു ആഗ്രഹം നീ നടത്തി തരില്ലേ? നിദ്ര ചുണ്ടു കൂർപ്പിച്ചു. ഇച്ചായ, എനിക്ക് ഇഷ്ടമൊക്കെയും തന്നെയാ, പക്ഷെ വേദനിക്കും. വേണ്ട. നീ കണ്ണടച്ച് എൻ്റെ കൈ പിടിച്ചാൽ മതി. ദേ, വേദനിച്ചാൽ ഞാൻ പിടിച്ച് കടിക്കൂട്ടോ. അവളുടെ പറച്ചിൽ കേട്ട് അവനൊന്ന് ചിരിച്ചു. കടിച്ചോ, പക്ഷെ എഴുന്നേറ്റ് ഓടരുത്. അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി. സത്യം പറ, ഒറ്റ സെക്കൻഡാണോ? സത്യം, അവൻ മറുപടി നൽകി. വല്ലാതെ വേദനിക്കോ? കൊതുക് കടിക്കുന്ന വേദന പോലും ഉണ്ടാവില്ല. ഇച്ചായൻ കള്ളം പറയാ. സത്യം. അവൾ വിശ്വസിക്കാനാവാതെ നിന്നെങ്കിലും ഷോണിൻ്റെ മുഖത്തെ ആ ആശ്വാസം പകരുന്ന പുഞ്ചിരി കണ്ടപ്പോൾ പതിയൊന്ന് ശാന്തയായി. ശരി എന്ന് പറഞ്ഞവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. അടുത്ത നിമിഷം അവൻ്റെ വലത് കൈ തൻ്റെ 2 കൈ കൊണ്ട് മുറുകെ പിടിച്ചു മുഖം അവൻ്റെ തോളിലേക്ക് ചേർത്തൊളിപ്പിച്ചു. തയ്യാറാണോ മോളെ? ജീവനക്കാരി ചോദിച്ചു. അല്ല, നിദ്ര വിറയലോടെ പറഞ്ഞു. ഷോൺ ചിരിച്ചുകൊണ്ട് അവളുടെ മുടിയിഴകൾ മെല്ലെ തലോടി. തയ്യാറാണ്. ജീവനക്കാരി ഇൻസ്ട്രുമെൻ്റ് മൂക്കിനോട് ചേർത്ത നിമിഷം നിദ്ര ഭയന്ന് ഷോണിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഇച്ചായ, ഞാനിവിടെയുണ്ട്, ഒന്നും പേടിക്കണ്ട. അവൻ മറുപടി നൽകി. അടുത്ത നിമിഷം ചെറിയൊരു ശബ്ദം മാത്രം. അതേസമയം നിദ്ര ഷോണിൻ്റെ തോളിൽ നല്ലൊരു കടിയും കൊടുത്തു. ആ! ഷോൺ വേദനയോടെ ഒന്ന് ചിരിച്ചുപോയി. ഡി, ശരിക്കും കടിച്ചൂല്ല നീ? കഴിഞ്ഞു മാഡം. ജീവനക്കാരുടെ ശബ്ദം കേട്ടതും നിദ്ര പതിയെ ഒരു കണ്ണ് മാത്രം തുറന്നു നോക്കി. കഴിഞ്ഞോ? അവൾ നിറക്കണ്ണുകളോട് ചോദിച്ചു. കഴിഞ്ഞു എന്നുള്ള മറുപടി കേട്ട് അവൾ നിറക്കണ്ണുകളോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഇച്ഛായ വേദനിക്കുന്നു, അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. കരയല്ലേ, എൻ്റെ നിത്തൂച്ച് കരഞ്ഞ എനിക്കാ വിഷമം. അവൻ അവളുടെ നെറ്റിയിൽ മെല്ലെയൊരു ചുംബനം നൽകി. ഇതാ, ഇനിയൊക്കെ ശരിയാവും. അവൻ്റെ ആ സ്നേഹസ്പർശത്തിൽ നിദ്രയുടെ മുഖത്ത് പേടി പതിയെ അലിഞ്ഞുപോയി. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ചെറിയൊരു പുഞ്ചിരി സമ്മാനിച്ചു. അപ്പോഴേ പറഞ്ഞില്ലേ, കൊതുക് കടിക്കുന്നതിലും ചെറിയ വേദനയാണെന്ന്. പോടാ, കൊതുക് ഇങ്ങനെ കടിക്കില്ല, ഇത് നല്ല വേദനയാ. അവളുടെ മറുപടി കേട്ട് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ പോലും ചിരിച്ചു. ഷോൺ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു കണ്ണാടി വാങ്ങി അവളുടെ മുന്നിലേക്ക് നീട്ടി. നിദ്ര പതിയെ കണ്ണാടിയിലേക്ക് നോക്കി. മൂക്കിൻ്റെ ഇടതുവശത്ത് മിന്നിമറയുന്ന ചെറിയൊരു ഡയമണ്ട് സ്റ്റഡ്. ഒരു നിമിഷം അവൾ അനങ്ങാതെ തന്നെ അതിലേക്ക് നോക്കി നിന്നു. പിന്നെ അറിയാതെ വിരൽ കൊണ്ട് അതിൽ മെല്ലെ ഒന്ന് തൊട്ടു. ഇച്ചായ, അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. എങ്ങനെയുണ്ട്? ഷോൺ ആകാംക്ഷയോടെ ചോദിച്ചു. നിദ്ര വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. മൂക്കുത്തിയിട്ടതോടെ അവളുടെ മുഖത്തിന് എന്തോ ഒരു പ്രത്യേക ഭംഗി വന്നിരുന്നു. കണ്ണുകൾക്ക് കൂടുതൽ തിളക്കവും ചിരിക്ക് കൂടുതൽ നിഷ്കളങ്കതയും. അവൾക്ക് തന്നെ അവളെ തിരിച്ചറിയാൻ ഒരു നിമിഷം എടുത്തു. എനിക്ക് നല്ല ഭംഗിയുണ്ടോ? ചെറിയൊരു നാണത്തോടെ അവൾ ചോദിച്ചു. ഷോൺ ഇമ വെട്ടാതെ അവളെ നോക്കി. ഭംഗിയുണ്ടോ എന്നോ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ മെല്ലെ ഒന്ന് തട്ടി. ഇനി നിന്നെ കണ്ണു വെക്കാതെ കൊണ്ട് നടക്കേണ്ടി വരും, അത്ര സുന്ദരിയായിട്ടുണ്ട് എൻ്റെ പെണ്ണ്. ആ വാക്കുകൾ കേട്ടതും നിദ്രയുടെ കവിളുകൾ നാണത്താൽ ചുവന്നുപോയി. അവൾ കണ്ണാടിയിലേക്ക് ഒന്നുകൂടെ നോക്കി. സത്യമായിട്ടും എനിക്കിഷ്ടമായി. അത് പറഞ്ഞുകൊണ്ട് അവൾ സന്തോഷത്തോടെ ഷോണിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. ഷോണിൻ്റെ മുഖത്തും അതേ സന്തോഷം നിറഞ്ഞിരുന്നു. മൂക്കും തുളച്ച് വന്നിരിക്കുന്നു. അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അവളുടെ താളത്തിന് തുള്ളാൻ നീയും തുടങ്ങിയോ? വീട്ടിലെത്തിയ ഉടനെ സാറയുടെ ശബ്ദം ഹാളിൽ മുഴങ്ങി. ആ വാക്കുകൾ കേട്ടതും ഷോണിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ച ശേഷം അവൻ ശാന്തമായി പറഞ്ഞു. അവൾ പറഞ്ഞിട്ടില്ല മൂക്ക് കുത്തിയത്, അത് എൻ്റെ ആഗ്രഹമായിരുന്നു. നിന്റെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ ഷോൺ? സാറ പരിഹാസത്തോടെ ചോദിച്ചു. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മൂക്ക് കുത്തിയത് നീ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ വീട്ടിലെ രീതിയാണോ?
ഇതുവരെ മിണ്ടാതിരുന്ന നിദ്ര പതിയെ ഷോണിന്റെ കയ്യിൽ പിടിമുറുക്കി. അവളുടെ വിരലുകളുടെ വിറയൽ അവൻ വ്യക്തമായി അറിഞ്ഞു. അവളെ നോക്കി ഒരു നിമിഷം ആശ്വാസം പകരുന്നൊരു നോട്ടം നൽകിയ ശേഷം ഷോൺ വീണ്ടും സാറയെ നോക്കി. മമ്മി, ഇതൊരു മൂക്കുത്തി മാത്രമാണ്. അതുകൊണ്ട് അവളുടെ സ്വഭാവവും സംസ്കാരവും ഈ വീടിനുള്ള ബഹുമാനവും ഒന്നും മാറിയിട്ടില്ല. പക്ഷേ ആളുകൾ എന്ത് പറയും? സാറ വീണ്ടും ചോദിച്ചു. ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടതും എനിക്കിഷ്ടപ്പെട്ടതുമായ ഒരു കാര്യം മാത്രമാണിത്. അതിൽ മറ്റാരുടെ അഭിപ്രായം ഞാൻ വില കൊടുക്കുന്നില്ല. ഷോണിൻ്റെ ഉറച്ച മറുപടി കേട്ടപ്പോൾ സാറ ഒരു നിമിഷം മിണ്ടാതെയായി. നിദ്രയാകട്ടെ അവനെ നോക്കി നിന്നു. തൻ്റെ കാരണമായി അവൻ സ്വന്തം അമ്മയുടെ മുന്നിൽ പോലും ഇത്ര ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു. നിദ്ര, നീ ചെല്ല്. അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് ഷോൺ തൻ്റെ മമ്മിയുടെ അരികിൽ വന്നിരുന്നു. സാറ മുഖം വീർപ്പിച്ചിരിപ്പുണ്ട്. ഷോൺ തൻ്റെ മമ്മിയുടെ കരം കവർന്ന് സ്നേഹത്തോടെ ഓരോന്ന് ചോദിക്കുമ്പോൾ സാറ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ മറുപടി പറയുന്നുണ്ട്. നീ ഒരുപാട് മാറിയെന്നും നിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ നിദ്രയാണെന്ന് പറഞ്ഞ് സാറ നിദ്രയെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് കണ്ടതും ഷോൺ സാറയുടെ കയ്യിൽ നിന്ന് സ്വന്തം കൈ പിൻവലിച്ചു. ആ മുഖത്തേക്ക് നേരെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമല്ല, വേദനയായിരുന്നു. മമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സാറ ഒന്നും പറയാതെ അവനെ നോക്കി. ഞാൻ മാറിയെന്ന് മമ്മി പറയുന്നു. ശരിയാണ്, ഞാൻ മാറിയിട്ടുണ്ട്. പക്ഷെ ആ മാറ്റത്തിന് കാരണം നിദ്രയല്ല, ജീവിതമാണ്. സാറയുടെ മുഖം മുറുകി. മമ്മിക്ക് തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതും അവളുടെ ആഗ്രഹങ്ങൾക്ക് വില കൊടുക്കുന്നതും ചെയ്യുന്നത് തെറ്റാണെന്ന്? ഞാൻ അതല്ല പറഞ്ഞത് ഷോൺ. അല്ല മമ്മി, ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. എൻ്റെ എല്ലാ മാറ്റങ്ങൾക്കും നിദ്രയെ കുറ്റപ്പെടുത്തുകയാണ് മമ്മി. ഷോണിൻ്റെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും ഓരോ വാക്കിലും ഉറപ്പുണ്ടായിരുന്നു. മമ്മി, വിവാഹം കഴിഞ്ഞ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ പുതിയൊരാൾ കൂടി വരും. അവളുടെ സന്തോഷവും സങ്കടവും കൂടി അവൻ്റെ ഉത്തരവാദിത്തമാകും. അതിനെ മാറ്റമെന്ന് വിളിക്കാനാണെങ്കിൽ അതെ, ഞാൻ മാറിയിട്ടുണ്ട്. സാറ അന്നേരം ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഒരു കാര്യം, ഞാൻ ഒരിക്കലും മാറിയിട്ടില്ല. അവൻ വീണ്ടും സാറയുടെ കയ്യിൽ മെല്ലെ പിടിച്ചു. ഞാൻ ഇന്നും മമ്മിയുടെ മോൻ തന്നെയാ. അതൊരിക്കലും മാറില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ സാറയുടെ കണ്ണുകളിൽ ഒരു ചെറിയ മൃദുത്വം തെളിഞ്ഞുവെങ്കിലും മുഖത്തെ പരിഭവം പൂർണ്ണമായും മാഞ്ഞിട്ടില്ല. എന്നുവെച്ച് എൻ്റെ ഭാര്യ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് ഞാൻ നോക്കി നിൽക്കില്ല. അവൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അവളെ കുറ്റക്കാരിയാക്കരുത്. ഷോൺ പതിയെ എഴുന്നേറ്റു. മൂക്കുകുത്താൻ പറഞ്ഞത് നിദ്രയല്ല, ഞാൻ തന്നെയാ. അവൾ ആദ്യം സമ്മതിച്ചിരുന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് കാണിച്ചോളൂ. പക്ഷേ അവളെ വേദനിപ്പിക്കരുത്. ആ വാക്കുകൾ പറഞ്ഞിട്ട് അവൻ മുറ്റത്തേക്ക് നടന്നു. അപ്പോഴും സാറ പുച്ഛത്തോടെയാണ് ഷോണിനെ നോക്കിക്കണ്ടത്. നിദ്ര പടികൾ കയറി തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. റോണിയുടെയും ലിയയുടെയും മുറി കടന്ന് മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് മുറിയിലൊരു കാഴ്ച അവളുടെ കണ്ണിൽ പെടുന്നത്. അവരുടെ മുറിയുടെ ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. ലിയയുടെ വയറിൽ മുഖമടിപ്പിച്ചു കുഞ്ഞിനോട് സംസാരിക്കുന്ന റോണി. അറിയാതെ ഒരു നിമിഷം ആ കാഴ്ച അവൾ നോക്കി നിന്ന് പോയി. ലിയയുടെ ശ്രദ്ധ എപ്പോഴും ഡോറിനരികിൽ എത്തിയിരുന്നു. പുറത്തു നിൽക്കുന്ന നിദ്ര ഇങ്ങോട്ട് നോക്കുന്നത് കണ്ടതും തങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന രീതിയിലാണ് ലിയ അത് മനസ്സിൽ കണ്ടത്. ആ കാഴ്ച അവൾ റോണിയെ കാട്ടിക്കൊടുത്തു. റോണിയോട് അവൾ ഡോർ അടക്കാൻ പറഞ്ഞെങ്കിലും അന്നേരം റോണിക്ക് എന്തോ വല്ലായ്മ തോന്നി. ഒടുവിൽ ലിയ തന്നെ എഴുന്നേറ്റ് ഡോറിനരികിൽ വന്ന് നിദ്രയെ ഒരുതരം പരിഹാസഭാവത്തിൽ നോക്കി ഡോർ വലിച്ചടച്ചു. നിദ്ര ഒരു നിമിഷം അനങ്ങാതെ നിന്നു. വാതിൽ അവളുടെ മുഖത്തിന് മുന്നിൽ വലിച്ചടച്ച ശബ്ദം ഇടനാഴിയിലാകെ മുഴങ്ങി. ആ ശബ്ദത്തേക്കാൾ ശക്തമായി അവളുടെ ഉള്ളിൽ എന്തോ തകർന്നിരുന്നു. ഞാൻ ഒളിഞ്ഞു നോക്കുകയായിരുന്നു എന്ന ചോദ്യം സ്വയം തന്നെ അവൾ ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു ഉദ്ദേശം പോലും ഉണ്ടായിരുന്നില്ല. മുന്നിലൂടെ നടക്കുന്നതിനിടയിൽ കണ്ണിൽ പതിഞ്ഞൊരു കാഴ്ച മാത്രമായിരുന്നു അത്. ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന അച്ഛൻ്റെ സന്തോഷം, ആ സ്നേഹം, അതാണ് ഒരു നിമിഷം അവൾ അവിടെ നിർത്തിയത്. പക്ഷേ ലിയയുടെ കണ്ണുകളിൽ അതിന് വേറൊരു അർത്ഥമായിരുന്നു. അവളുടെ ചുണ്ടിലെ പുച്ഛവും മുഖത്തടച്ച വാതിലും നിദ്രയുടെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ തല താഴ്ത്തിയവൾ വേഗം തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ കയറിയതും വാതിൽ മെല്ലെ ചാരിയടച്ചു. കട്ടിലിൻ്റെ അരികിലിരിക്കുന്ന അവൾ അറിയാതെ സ്വന്തം വയറിലേക്ക് കൈ ചേർത്തു. ഒരു നിമിഷം മുൻപ് കണ്ട കാഴ്ച വീണ്ടും മനസ്സിലൂടെ കടന്നുപോയി. റോണിയുടെ മുഖത്ത് ആ സന്തോഷം, ലിയയുടെ വയറിനോട് ചേർന്ന് കുഞ്ഞിനോട് സംസാരിക്കുന്ന ആ കരുതൽ, അവളുടെ ചുണ്ടുകളിൽ അറിയാതെ ഒരു മങ്ങിയ പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അടുത്ത നിമിഷം തന്നെ അത് മാഞ്ഞുപോയി. എനിക്കും ഒരിക്കൽ ഇങ്ങനൊരു നിമിഷം കിട്ടുമോ? അറിയാതെ ആ ചോദ്യം മനസ്സിൽ ഉയർന്നു.
അജുവിൻ്റെ കുഞ്ഞിൻ്റെ മുഖം വീണ്ടും അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ഒപ്പം ഷോൺ ബാസ്ക്കറ്റിലേക്ക് തിരികെ വെച്ച ആ കുഞ്ഞു ഷൂസും. ബേബി ഷോപ്പിൽ വെച്ച് ആ കുഞ്ഞൻ പിങ്ക് ഷൂസ് കയ്യിലെടുക്കുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും അത് സ്വന്തമാക്കണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാലുകളിൽ അത് അണിയിക്കുന്നൊരു സ്വപ്നം അവളുടെ മനസ്സിലൂടെ മിന്നിപ്പോയിരുന്നു. ഇപ്പോൾ ലിയയുടെ വയറിനോട് ചേർന്ന് കുഞ്ഞിനോട് സംസാരിക്കുന്ന റോണിയെ കണ്ടപ്പോൾ ആ ഷൂസും അജുവിൻ്റെ കുഞ്ഞും എല്ലാം ഒന്നായി അവളുടെ മനസ്സിൽ കലർന്നു പോയി. അറിയാതെ അവളുടെ കൈ വീണ്ടും സ്വന്തം വയറിലൂടെ മെല്ലെ തഴുകി. നേരത്തെ ആശുപത്രിയിൽ പോയപ്പോൾ നിറവയറുമായി നിൽക്കുന്ന ഗർഭിണികളെയെല്ലാം അവൾ അറിയാതെ നോക്കി നിന്നിരുന്നു. അവരുടെ മുഖത്തെ ആ സന്തോഷവും നിറഞ്ഞ കണ്ണുകളിലെ പ്രതീക്ഷയും അവളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിന്നു. ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ കട്ടിലിൽ വന്നിരുന്നു. അപ്പോഴാണ് കട്ടിലിൽ കിടക്കുന്ന ആ കുഷ്യൻ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു നിമിഷം അത് നോക്കിയിരുന്ന അവളുടെ ചുണ്ടിൽ പെട്ടെന്നൊരു കുസൃതിച്ചിരി വിരിഞ്ഞു. ഒന്ന് നോക്കിയാലോ? ആ തോന്നലോട് അവൾ കുഷ്യനെടുത്ത് മെല്ലെ ചുരിദാറിൻ്റെ ടോപ്പ് ഉയർത്തി വയറിനോട് ചേർത്ത് വെച്ചു. പിന്നെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ചെറിയൊരു നാണവും നിറയെ കൗതുകവുമായി കണ്ണാടിയുടെ മുന്നിലേക്ക് നടന്നു.